ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 22-ാം 40-ാം വാക്യം. നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ. ഈശോ ഗെത്സമനിയില് പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകളാണ്. അതെ, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ. കാരണം പരീക്ഷണങ്ങള് ഇഷ്ടം പോലെ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഇതിലകപ്പെടാതെ വിശുദ്ധിയോടെ ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കണമെങ്കിൽ എനിക്ക് ബലം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ഈശോയുടെ ജീവിതത്തിൽ പോലും പരീക്ഷണങ്ങൾ കടന്നു വരുന്നത് കാണുന്നല്ലേ. ഗെത്സമനിയില് അവൻ പ്രാർത്ഥിക്കാൻ പോകുമ്പോഴും അവനൊരു പരീക്ഷണമുണ്ട്. പിതാവേ, കഴിയുമെങ്കിൽ ഈ ഒരു പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോട്ടെ. തന്റെ മുൻപിൽ വരുന്ന പീഡകളെ മാറ്റിക്കളയുവാനായിട്ടുള്ള ഒരു പരീക്ഷണം അവന്റെ ജീവിതം. പക്ഷേ ഈശോ അവിടെ വീണ് പോകുന്നുണ്ട്? ഇല്ല, ഉടനെ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ. എങ്കിലും എന്റെ ഹിതമല്ല പിതാവേ, നിന്റെ ഹിതം നിറവേറട്ടെ. നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ പരീക്ഷണങ്ങൾ കടന്നു വരും. പക്ഷെ ഈ പരീക്ഷണങ്ങളെ അതിജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നത് എപ്പോഴാ? പ്രാർത്ഥനയില് അടിയുറച്ചു നിൽക്കുമ്പോഴാ. ദൈവത്തോട് ചേർന്ന് അവന്റെ കരം പിടിച്ച് അവന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ എത്ര വലിയ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനായിട്ടുള്ള ശക്തി നമുക്ക് ലഭിക്കും. ഒരുപക്ഷെ നമുക്കൊക്കെ ഇന്ന് ലഭിക്കാതെ പോകുന്നത് ഇത് തന്നെ. കാരണം എന്താ? നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സമയമില്ല. ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ തമ്പുരാന്റെ സന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നില്ല. പരീക്ഷണങ്ങളെ അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി ദൈവസന്നിധിയിൽ ശാന്തമായിട്ടിരുന്ന് നേടാനായിട്ട് സമയമില്ലാതെ നെട്ടോട്ടം ഓടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. സ്നേഹമുള്ളവരെ, ഓടിക്കോ. പക്ഷേ പരീക്ഷണങ്ങളിൽ വീണ് ജീവിതം നശിച്ച വ്യക്തികളായിട്ട് നമ്മൾ മാറും. അതുകൊണ്ടാണ് ഈശോ ഓർമ്മിപ്പിക്കുന്നത്, പരീക്ഷകളിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കേ. പ്രാർത്ഥനയല്ലാതെ വേറെ ഒരു മാർഗവും നിന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണം. സ്നേഹമുള്ളവരെ, അതുകൊണ്ടാണ് വചനം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ടല്ലേ, ഈശോ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈശോയെ ശക്തിപ്പെടുത്താനായിട്ട് സ്വർഗത്തിൽ നിന്ന് ദൂതൻ വരുന്നു. എന്റെ ജീവിതത്തില് എന്റെ പരീക്ഷകളിൽ നിന്ന് എന്നെ ശക്തിപ്പെടുത്താനായിട്ട്, എന്നെ കരം പിടിച്ച് നടത്താനായിട്ട് ഒരു ദൂതനെ അയക്കാനായിട്ട് എന്റെ ദൈവം തയ്യാറാ. പക്ഷേ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റണം. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ എന്നെ സഹായിക്കും. അവൻ സഹായകനെ നൽകി എന്നെ പരീക്ഷകളിൽ നിന്ന് അകറ്റി വിശുദ്ധിയോടെ ജീവിക്കുവാനായിട്ട് സഹായിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു ബോധ്യം ഉണ്ടാവണം. പ്രാർത്ഥിക്കണം. ഈശോയുടെ സന്നിധിയിൽ വന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. പ്രലോഭനങ്ങൾ നിറഞ്ഞ ഈ ലോകത്തില് വിശുദ്ധിയോടെ ജീവിക്കാനായിട്ട് ഈശോയെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാല് അവൻ സഹായകനെ നമുക്ക് നൽകുകയും ആ സഹായകന്റെ കരം പിടിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ വിശുദ്ധിയോടെ സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.